അപ്പൊ ഇന്നൊരു ലൈറ്റ് മേടിക്കാൻ വന്നട്ടോ നമ്മുടെ പെറ്റ് ഷോപ്പിൽ. അപ്പൊ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ആദ്യം തന്നെ നമുക്ക് കൊറിയർ ഓഫീസിൽ പോയിട്ട് നമ്മുടെ കൊറിയർ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നേരെ പോയി കൊറിയർ ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പൊ വീട്ടിലെത്തിയിട്ട് നേരെ അൺബോക്സ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ലൈറ്റ്. ബ്ലൂ പെറ്റിന്റെ ഒരു 10 വാട്ട് വരുന്ന ലൈറ്റ് ആണ് മേടിച്ചത്. നമ്മൾ റൂമിൽ പുതിയൊരു ടാങ്ക് കൂടെ വെച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ ആ ടാങ്കിലേക്ക് വേണ്ടിയിട്ടാണ് ലൈറ്റ് മേടിച്ചത്. ഒന്നെങ്കിൽ ഒരു പ്ലാന്റ് ടാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെറ്റിനെ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കേജ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും പെറ്റിനെ കീപ്പ് ചെയ്യാനുള്ള കേജ് ആക്കുന്നില്ല. കാരണം ഉടനെ നമ്മൾ ഒരു എക്സോട്ടിക് പെറ്റിനെ പുതിയ മേടിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് വേണ്ട പ്ലാൻസ് ഒക്കെ നമ്മളെ സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പോയി എടുക്കണം. അതിന്റെ മുന്നേ നമ്മൾ ഈ ലൈറ്റ് വാങ്ങി സെറ്റ് ചെയ്താണ്. അപ്പൊ ഈ ലൈറ്റിന്റെ ബാക്കിൽ ഒരു സ്ക്രൂ ആട്ടോ വരുന്നത് ടൈറ്റ് ചെയ്യാനുള്ള. ശരിക്കും ഈ സ്ക്രൂ തന്നെയാണ് നല്ലത്. പണ്ടൊക്കെ നമുക്കൊരു ക്ലിപ്പ് പോലെയായിരുന്നു വരുന്നത്. ആ ക്ലിപ്പ് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന കണ്ടിട്ടുണ്ട് അതിന്റെ സ്പ്രിങ് ലൂസ് ആയിട്ട്. അപ്പൊ ലൈറ്റ് അത്യാവശ്യം പൊളിയാട്ടോ. ഈ ടാങ്കിലേക്ക് ധാരാളമാണ്. അങ്ങനെ ലൈറ്റ് ഒക്കെ കത്തിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് ഒന്നുകൂടെ കത്തിച്ച് നോക്കണല്ലോ. അങ്ങനെ ആ ലൈറ്റ് ഒക്കെ കത്തിച്ച് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ടാങ്കിൽ മൊത്തത്തിൽ നല്ല തിളങ്ങി നിൽക്കട്ടെ. നമ്മുടെ ഡിസ്കസ് ടാങ്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ പ്ലാന്റഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാം അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട്. അങ്ങനെ അടുത്ത ബോക്സ് അൺബോക്സ് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ ഇതെന്തായിരിക്കും ആയിരിക്കും ലൈഫ് ഫിഷ് എന്നല്ല, നമ്മുടെ ടെറാൻഡുലക്ക് വേണ്ടി നമ്മൾ ഒരു എൻക്ലോസർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നേരത്തെ എത്തിയതാണ്. നേരത്തെ അല്ല, സത്യത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് തന്നെയാണ് എത്തിയത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് മാറ്റാൻ കഴിയില്ല കേട്ടോ. കാരണം ഈ ബോക്സ്, അതായത് എൻക്ലോസർ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല നാച്ചുറൽ സെറ്റപ്പിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പിന്നാലെ വരും കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് താഴത്ത് പോയപ്പോൾ മീനാക്ഷിന്റെ ഓളോ ഡ്രോയിങ് ബുക്കും കൊണ്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഓള് വരച്ച ചിത്രങ്ങളും ഓള് ക്രിയേറ്റ് ചെയ്ത് വെച്ച എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെയാണുള്ളത്. അപ്പൊ ഇതൊക്കെ ആരാണാവോ, കണ്ടിട്ട് ജോക്കറിനെ പോലെ ഉണ്ട്. അടുത്ത ചിത്രം കണ്ടപ്പോഴാട്ടോ ഞാൻ ഞെട്ടിയത്. ഇജാതി സാധനങ്ങളൊക്കെയാണ് അവള് വരച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉഷാറാവട്ടെ, മോഡേൺ ആർട്ടിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവള്. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.